പാലക്കാട് കരിമ്പയിൽ അവിടെ റോഡ് പരിക്കനാക്കുന്ന നടപടി തുടങ്ങി. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ സ്ഥലമാണ്. വിദഗ്ധ സമിതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി നടക്കുന്നത്. പനയമ്പാടത്തെ അപകട കാരണങ്ങളിൽ പ്രധാനമായും കണ്ടെത്തിയൊരു വിഷയം റോഡിന്റെ അമിതമായ മിനുസമാണ്. അതായത് മഴ പെയ്യുമ്പോൾ മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ റോഡിന്റെ അമിത മിനുസം മൂലം ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സ്ഥിതി വരികയും വാഹനം പോയി ഇടിക്കുന്ന ഒരു അപകടങ്ങളൊക്കെ ഇവിടുത്തെ ഒരു തുടർക്കഥയായിരുന്നു. അങ്ങനെ നിരന്തരം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡ് വീണ്ടും പരിക്കൻ സ്വഭാവമുള്ളതാക്കുകയാണ്. ഇവിടെ സന്ദർശിച്ച ഉന്നതതല സംഘം കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ റോഡ് പരിക്കനാക്കണമെന്നുള്ളതായിരുന്നു. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ തന്നെയാണ് റോഡ് മില്ലിങ്ങിന്റെ ഒരു സംവിധാനം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടും സ്വാഗതാർഹം തന്നെയാണ്. താൽക്കാലികമായ പരിഹാരം മാത്രമാണ് ഇതുള്ളത്. അപ്പം ഈ റോഡിന്റെ സർഫസ് തകർത്തുകൊണ്ടാണ് ഈ പരുപരിപ്പ് ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് രണ്ടാമത്തെ മില്ലിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഇത് ഈ രീതി തുടർന്നു കഴിഞ്ഞാൽ റോഡ് തകരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1.5 വർഷം മുമ്പ് മില്ല് ചെയ്തു, അത് വീണ്ടും മിനുസമായി. ഇത് ഇപ്പോൾ നടക്കുന്നത് അസമയത്താണ്. എന്താ വെച്ചാൽ ഇനി ഒരു മഴക്കാലം കഴിഞ്ഞ് മഴക്കാലം വരുമ്പോഴേക്കും ഇതിന്റെ ഉപയോഗം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. മഴ പെയ്യുമ്പോഴാണ് ഈ ഗ്രിപ്പിന്റെ ആവശ്യം. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിനൊരു ശാശ്വത പരിഹാരം. ഇപ്പോൾ താൽക്കാലിക പരിഹാരം എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അതൊരു സ്വാഗതാർഹമായ കാര്യമാണ്. കാരണം അപകടങ്ങൾ കുറയ്ക്കാൻ അതൊരു കാരണമാകുമല്ലോ. പക്ഷേ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പരിഹാരം തന്നെയാണ് ഇവിടെ ആവശ്യമായി വരുന്നത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായിട്ടും ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് വേണ്ടത്. താൽക്കാലികമായിട്ടുള്ള പരിഹാരം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രതിഷേധമൊക്കെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടി വരും. എങ്കിൽ പോലും ശാശ്വതമായിട്ടുള്ള പരിഹാരം വിദഗ്ധർ കൂടി ആലോചിച്ച് എങ്ങനെയാണല്ലേ അപകടം കുറയ്ക്കാൻ റോഡിന്റെ സ്ഥിതി എങ്ങനെയാക്കണമെന്നൊക്കെ വിദഗ്ധർ ചെയ്യേണ്ട കാര്യമാണ്. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. താൽക്കാലികമായി ബ്രേക്ക് പിടിച്ചാൽ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ റോഡിനെ മാറ്റുന്നു എന്നാണ് ഇപ്പോഴത്തെ കാര്യം.